ഗാസയിലേക്ക് ഇരമ്പിക്കയറുകയാണ് ഇസ്രായേലി സേന. വടക്കൻ ഗാസയിലെ റഫയിലേക്ക് ഒരിക്കൽ കൂടി ജൂതപ്പട കയറിക്കഴിഞ്ഞിരിക്കുന്നു. ജൂതപ്പടയുടെ വൻ സന്നാഹം റഫയുടെ മേഖലകളിൽ നിയന്ത്രണം ഏറ്റെടുത്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ബേൽ സുൽത്താൻ പ്രദേശത്ത് വെച്ചാണ് യഹിയ സിൻവാർ എന്ന ഹമാസിന്റെ നേതാവിനെ IDF വധിച്ചത്. ആ മേഖല ഹമാസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ മേഖലയാണ് ബേൽ സുൽത്താൻ പ്രദേശം. ഒരു കാലത്ത് ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ തലവന്മാർ താമസിച്ചിരുന്ന ഇടം, ഗാസയിലെ ഹമാസിന്റെ പ്രധാനപ്പെട്ട ഭരണ സ്ഥിരാകേന്ദ്രം എന്നിവ ബേൽ സുൽത്താനിലായിരുന്നു. ആ ബേൽ സുൽത്താൻ പ്രദേശം വീണ്ടും ഇസ്രായേലി സേനയുടെ അധീനതയിലായി കഴിഞ്ഞിരിക്കുന്നു. ബേൽ സുൽത്താൻ പ്രദേശത്ത് താമസിക്കുന്ന 10,000-കണക്കിന് ഗാസാവാസികളോട് മുവാസി മേഖലയിലേക്ക് പോകാനുള്ള നിർദ്ദേശം ഇസ്രായേലി സേന നൽകി കഴിഞ്ഞിരിക്കുന്നു. 10,000-ങ്ങളാണ് തെരുവീഥികളിലൂടെ രാത്രിയും പകലൊന്നുമില്ലാതെ പലായനം ചെയ്യുന്നത്. ഇതിന്റെ കാഴ്ചകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട്. ഗാസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമായിരുന്നു റഫയിലായിരുന്നു പ്രധാനപ്പെട്ട ഹമാസിന്റെ നേതാക്കന്മാർ താമസിച്ചിരുന്നതും. റഫ മേഖലയിൽ നിന്ന് ഈജിപ്റ്റ് വഴി ഇറാനുമായി സൈനിക ബന്ധം, അതുപോലെ തന്നെ ആയുധ ബന്ധം എന്നിവ ഹമാസ് നടത്തിയിരുന്നതുമാണ്. ആ റഫയാണ് കഴിഞ്ഞ 4-5 മാസക്കാലം ഇസ്രായേൽ ആക്രമിച്ച് തകർത്തത്. റഫയിലാണ് ഏറ്റവും കൂടുതൽ ഭൂഗർഭ തുരങ്കങ്ങൾ ഉണ്ടായിരുന്നത്, ആയുധ ശേഖരങ്ങൾ ഉണ്ടായിരുന്നത്. ഒടുവിൽ ഗാസയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള ഹമാസിന്റെ ഭീകരന്മാർ തമ്പടിച്ചിരുന്നതും റഫയിലായിരുന്നു. ആ റഫയിൽ ഏകദേശം 10 ലക്ഷത്തോളം ഗാസാവാസികൾ നിലയുറപ്പിച്ചിരുന്നു. അവിടെയുള്ള അഭയാർത്ഥി ക്യാമ്പുകളിലായിരുന്നു ഏറെ ഗാസക്കാരും താമസിച്ചിരുന്നത്. ആ റഫയെ ഒരിക്കലും ഇസ്രായേൽ ആക്രമിക്കില്ലെന്നായിരുന്നു ഹമാസ് കരുതിയത്. റഫയിലേക്കുള്ള ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുമ്പോഴൊക്കെ തന്നെ ആ അഭയാർത്ഥികളെയും 10 ലക്ഷം ആളുകളുടെയും ജീവൻ വെച്ചുള്ള കളിയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹമാസും ഐക്യരാഷ്ട്ര സംഘടനകളും, എന്തിനേറെ പറയുന്നു അമേരിക്കയും അടക്കം യുദ്ധത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിച്ചിരുന്നു. എന്നാൽ റഫയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുക തന്നെ ചെയ്തു. ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല, റഫയെ ഛന്ന ഭിന്നമായി ആക്രമിച്ച് നശിപ്പിച്ചു. അതിനുശേഷമാണ് ഇസ്രായേൽ ആ മേഖലയിൽ നിന്ന് പിന്മാങ്ങിയത്. എന്നാൽ വീണ്ടും ഹമാസിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ, ഹമാസ് ബന്ദികളെ വിട്ടയക്കാത്തത് കൊണ്ട് തന്നെ വീണ്ടും യുദ്ധം പുനരാരംഭിക്കുകയായിരുന്നു ഇസ്രായേൽ. രണ്ടാം തവണ, ആഴ്ചകൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം രണ്ടാം തവണ ഇസ്രായേലിന്റെ സൈന്യം, ഇസ്രായേലിന്റെ പീരങ്കിപ്പട റഫയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, റഫയിലേക്ക് കാലുകുത്തി കഴിഞ്ഞിരിക്കുന്നു. റഫയിലെ ബേൽ സുൽത്താൻ മേഖലയിലേക്ക് ഇസ്രായേലി സേന തമ്പടിച്ചിരിക്കുന്നു. അവിടെയുള്ള മുഴുവൻ പാലസ്തീനികളെയും ഇസ്രായേലി സേന ആട്ടിപ്പുറത്താക്കിയിരിക്കുന്നു. ആ പാലസ്തീനികളോട് എത്രയും വേഗം കുടിയിറങ്ങിക്കൊള്ളാൻ ഇസ്രായേലി സേന അന്ത്യശാസനം നൽകിയിരിക്കുന്നു. ആ മേഖല ഒന്നൊന്നായി തകർത്ത് തരിപ്പണമാക്കും. ആ മേഖലകൾ ഇനിയും ഭൂഗർഭ തുരങ്കങ്ങളുണ്ടോ, ഹമാസിന്റെ ഭീകരന്മാർ ഇനി എവിടെയൊക്കെയാണുള്ളത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം ഇപ്പോൾ IDF-നുണ്ട്. ഞാൻ നേരത്തെ ചില വാർത്തകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഇസ്രായേലി സൈന്യത്തിന് മുന്നിൽ വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട്, ഒരു പദ്ധതിയുണ്ട്. ഒന്നാം തവണ യുദ്ധം, അതായത് ഒക്ടോബർ മാസം 7-ന് ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ കൊടും ക്രൂരത, 1500-ഓളം ആളുകളെ കൊന്നൊടുക്കി, 250-ഓളം പേര് തട്ടിക്കൊണ്ടുപോയി. ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഭീകരാക്രമണമായിരുന്നു, ചാവേർ ആക്രമണമായിരുന്നു ഒക്ടോബർ 7-ന് ഉണ്ടായത്. അതിനുശേഷം തൊട്ടു പിന്നാലെ ഇസ്രായേൽ തിരിച്ചടി തുടങ്ങുകയായിരുന്നു. ആ ഘട്ടത്തിൽ ആദ്യം റോക്കറ്റ് ആക്രമണം, പിന്നീട് ഗാസയുടെ സ്ട്രിപ്പിലേക്ക് ഇസ്രായേൽ കടന്നു കയറുന്നു. അപ്പോഴൊക്കെ തന്നെയും ഇസ്രായേലിന് പരിചിതമല്ലാത്തൊരു ഭൂപ്രദേശമാണ്. കാരണം കഴിഞ്ഞ 10-20 വർഷം കൊണ്ട് ഗാസയിൽ ഉടനീളം ഭൂഗർഭ ബങ്കറുകൾ ഉണ്ടാക്കി. യഹിയ സിൻവാറിന്റെ ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ബങ്കറുകൾ, സർവ്വസജ്ജമായ ബങ്കറുകൾ, വാഹനങ്ങൾക്ക് പോലും യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയുന്ന ബങ്കറുകൾ, അതൊക്കെ ഉണ്ടാക്കി. ആയുധങ്ങൾ സജ്ജീകരിച്ചു വെച്ചു. വലിയ സ്ഫോടക വസ്തുക്കളുടെ ശേഖരം ഉണ്ടാക്കി. ഇസ്രായേലിന് പരിചിതമല്ലാത്ത ഭൂപ്രദേശത്തിൽ കൂടി ഇസ്രായേൽ യുദ്ധത്തിന് പോകുമ്പോൾ സ്വാഭാവികമായും ലഭിക്കേണ്ട തിരിച്ചടികൾ ഇസ്രായേലിന് ലഭിച്ചു. ഹമാസിന്റെ ഭീകരന്മാർ എവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ട്, അവരുടെ ഒളിസങ്കേതങ്ങൾ എവിടെയാണ്, ഈ ഭൂമിക്കടിയിലാണോ അതോ മറ്റേതെങ്കിലും ഭാഗത്താണോ, ഏതൊരു കെട്ടിടത്തിലാണ് ഹമാസിന്റെ ഭീകരന്മാരുള്ളത്, ഇത് സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇസ്രായേലിനില്ലായിരുന്നു. എന്നാൽ രണ്ടാം തവണ യുദ്ധം ആരംഭിച്ചപ്പോൾ അങ്ങനെയല്ല. അത് നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ 4 ദിവസത്തിനിടയിൽ തീർത്തത് 4 ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ തലവന്മാരെയാണ്. 8ഓളം ഹമാസിന്റെ കമാൻഡർ ചീഫുമാരെ തീർത്തു.
നൂറുകണക്കിന് ഹമാസിന്റെ ഭീകരന്മാരെ കഴിഞ്ഞ 4-5 ദിവസങ്ങളിൽ തീർത്തു. ഹമാസിന്റെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ അടിച്ചു തകർത്തു. 100-ലധികം ഹമാസിന്റെ ട്രക്കുകളെ തകർത്തു. ആ ട്രക്കുകൾ ഉപയോഗിച്ചായിരുന്നു ഒക്ടോബർ 7 ആക്രമണം നടത്തിയത്. അതിനുശേഷം പല ഘട്ടങ്ങളിലായി ഈ ട്രക്കുകൾ ഹമാസിന് വളരെ ഉപകാരപ്രദമായിരുന്ന വാഹനങ്ങളായിരുന്നു. ഈ ട്രക്കുകളെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്തു. വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ഹമാസിന്റെ നേതാക്കന്മാരെ പിന്തുടർന്ന് കൊലപ്പെടുത്തുന്ന രീതി. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, 6 ആഴ്ചയോ 8 ആഴ്ചയോ നീണ്ടുനിന്ന വെടിനിർത്തലിനിടയിൽ ഇസ്രായേലിന്റെ ചാരന്മാർ, മൊസാദിന്റെ, ഷിൻബെറ്റിന്റെ, IDF-ന്റെ ഒക്കെ ചാരന്മാർ ഗാസയിലുടനീളം എത്തിപ്പെട്ടു. അവർ ട്രക്ക് ഡ്രൈവർമാരായി, അവർ സന്നദ്ധ പ്രവർത്തകരായി, അവർ മറ്റു പല വേഷങ്ങളിൽ ഗാസയിലുടനീളം അവർ ഇപ്പോൾ തമ്പടിച്ചിരിക്കുകയാണ്. വളരെ കൃത്യമായി IDF-ന് അവർ വിവരങ്ങൾ ചോർത്തി നൽകുന്നു. അതുമാത്രവുമല്ല, കഴിഞ്ഞ 2-3 മാസക്കാലത്തെ സഹവാസത്തിനിടയിൽ ഗാസയിലെ പാലസ്തീനികൾ തന്നെ വലിയൊരു വിഭാഗത്തിനെ തങ്ങളുടെ ചാരന്മാരാക്കാൻ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവർ കൃത്യമായി തന്നെ ഹമാസിന്റെ നീക്കങ്ങൾ ഇസ്രായേലിന് ചോർത്തി നൽകുന്നു. അങ്ങനെ ഓരോ മണിക്കൂറിലും ഹമാസിന്റെ നേതാക്കന്മാർ എവിടെയൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മേഖലയിലേക്ക് അതിരൂക്ഷമായ അടി നടത്തുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഹമാസ് ഒരിക്കലും വിചാരിച്ചതല്ല. ഹമാസിനെ അമ്പരിപ്പിച്ച ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്. ആ ആക്രമണത്തിന്റെ ഒരു ഫലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതാ റഫയിലേക്ക് കൂടി കടന്നു കയറിയിരിക്കുന്നു ഇസ്രായേൽ സേന. റഫയെ തൂത്തുവാരാൻ, റഫയിലെ ഹമാസിന്റെ എല്ലാ പ്രശ്നങ്ങളെയും, ഹമാസിന്റെ എല്ലാ കേന്ദ്രങ്ങളെയും തകർക്കാനുള്ള അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അതിനിടയിൽ തെക്കൻ ഗാസയിൽ നിന്നും ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം. പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദാണ് 3 തവണ തെക്കൻ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് റോക്കറ്റ് ആക്രമണം നടത്തിയത്. 3 റോക്കറ്റുകളെയും ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം തകർത്തു എന്നാണ് IDF ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഗാസ സ്ട്രിപ്പുകളിലേക്ക് ഇസ്രായേൽ കൂടുതൽ ആക്രമണം ശക്തമാക്കി. പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് റോക്കറ്റ് അയച്ച പ്രദേശങ്ങളിൽ നിന്ന് സാധാരണക്കാരോട്, സിവിലിയൻസിനോട് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ തന്നെ ആ മേഖലയിലെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടാകും. സ്വാഭാവികമായും നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ഈ ഭീകര സംഘടനകളിൽ നിന്ന് അകലം പാലിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനും അപകടത്തിലാണ് എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ആ മേഖലയിലെ പാലസ്തീനികൾക്ക് ഇസ്രായേൽ സൈന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഇത് കുറെ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേലിന് നേരെ വീണ്ടും റോക്കറ്റ് ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഹമാസ് 3 റോക്കറ്റുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തിരുന്നു. ഈ 3 റോക്കറ്റുകളെയും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം ഇന്റർസെപ്റ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഒറ്റപ്പെട്ട ചില ആക്രമണങ്ങൾ ഹമാസും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ഒക്കെ ഗാസയിൽ നിന്ന് ഇസ്രായേലിനെതിരെ നടത്തുന്നുണ്ട്. ഇത് ഇസ്രായേലിന് കൂടുതൽ ഉപകാരമാവുകയാണ്. ഏതാണ് ഇവരുടെ പ്രഭവ കേന്ദ്രം, ഏത് സ്ഥലത്ത് നിന്നാണ് ഇവർ റോക്കറ്റ് അയച്ചത് എന്നുള്ളത് ഇസ്രായേലിന്റെ റഡാറുകൾ കൃത്യമായി കണ്ടുപിടിക്കും. പിന്നീട് യാതൊരു പാടുമില്ലാതെ, യാതൊരു താമസവുമില്ലാതെ ആ കൃത്യമായ ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അവിടേക്ക് തന്നെ ഇസ്രായേലിന്റെ തിരിച്ചടി ഉറപ്പാകും. അങ്ങനെ ഹമാസിന്റെയും അതുപോലെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെയും ഒക്കെ ഭീകരന്മാർ സ്വയം ശവക്കുഴി തോണ്ടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. കയ്യിലുള്ള ഏറ്റവും ചെറിയ ആയുധം വെച്ച്, അല്ലെങ്കിൽ പൊട്ടാസ് പോലെയുള്ള ആയുധം വെച്ച് ഇസ്രായേലിനെ ഇങ്ങനെ ചൊറിയാൻ നോക്കുന്നു. സ്വയം മരണം ഇരന്നു വാങ്ങുകയാണ് ഗാസയിൽ ഹമാസ്.